കാരണം മോനാണ് ഇപ്പോൾ ശരിക്കും എൻ്റെ കാഴ്ചപ്പാടിൽ അനാഥൻ എന്ന് പറയുന്നത്. അച്ഛനും ഇല്ല, അമ്മയില്ല, ഞങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും മോനുണ്ട് കേട്ടോ. ഈ ലോകം മുഴുവനുള്ള ജനങ്ങളോട് ഞാൻ എൻ്റെ എല്ലാ പ്രൈവസിയും അല്ലെങ്കിൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ വാക്കുകളല്ലേ ഞാൻ ചെയ്യുന്ന എന്തും ബോധിപ്പിക്കണമെന്നുണ്ടോ? ഞാനും ഒരു വ്യക്തിയല്ലേ ഇവരെ പോലെ. നിന്നോട് ആരെങ്കിലും ഇവിടെ പറഞ്ഞോ നിന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ, നിന്റെ വീട്ടിലെ ചോർച്ചയൊക്കെ വന്ന് ഇവിടെ പറയാനായിട്ട് ഞങ്ങൾ പറഞ്ഞോ നിന്നോട്? നിന്റെ പറച്ചിൽ കേട്ടതൊന്നുമില്ല. ഞങ്ങൾ നിന്നോട് ചോദിച്ചെന്ന് നിന്റെ കാര്യങ്ങളൊക്കെ വന്ന് പ്രൈവസി പേഴ്സണൽ ഐറ്റംസ് ഒക്കെ ഇവിടെ വന്ന് ഇറക്കാനായിട്ട്. കൊല്ലം സുധിയുടെ പ്രിയ പുത്രൻ കിച്ചുവിന് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇന്ന് രാവിലെ ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടു. താജു എന്ന് പറയുന്ന കൊല്ലം സുധിയുടെ സുഹൃത്ത് ഒരു ഓൺലൈൻ മീഡിയയുടെ മുമ്പിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം ഓൺലൈൻ മീഡിയയോട് സംസാരിക്കുന്ന സമയത്ത് കിച്ചുവിനെ ഫോണിൽ വിളിച്ചിട്ട് കിച്ചുവിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതും ഞാൻ ശ്രദ്ധിച്ചു. താജു എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ രേണു സുധി അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ, ആ വ്യക്തി ഇരിക്കുന്ന ഒരു തട്ടുണ്ട്, വളരെ ലോ ലെവലിലുള്ള ഒരു തട്ട്. ഓൺലൈൻ മീഡിയകളുടെ മുമ്പിൽ വന്ന് വായി തോന്നിയത് പലതും വിളിച്ചു പറയും. ആ ഒരു രീതിയിലേക്ക് താങ്കളും എത്തിച്ചേട്ടാ. സീരിയസ്ലി എനിക്ക് അങ്ങനെയാണ് നിങ്ങൾ ആ പയ്യനോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ തോന്നിയത്. വളരെ പേഴ്സണലായിട്ട് അവനെ വിളിച്ച് സംസാരിക്കേണ്ട പല കാര്യങ്ങളും ഓൺലൈൻ മീഡിയയുടെ മുമ്പിൽ നിന്ന് ക്യാമറ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്നിട്ടാണോ ചേട്ടാ ഇത്രയും ഭയങ്കര സെന്റിമെന്റലായിട്ട് ചില വാക്കുകൾ അദ്ദേഹം ആ പയ്യനോട് പറയുന്നത് കേട്ടു. അത് കേട്ട അവൻ്റെ അവസ്ഥ ഞാൻ അതാണ് ചിന്തിച്ചത്. അവൻ്റെ ഭാഗത്ത് ഞാൻ എന്നെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. സത്യം പറഞ്ഞാൽ തകർന്നു പോവും അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ. താജു എന്ന് പറയുന്ന വ്യക്തി ആ പയ്യനോട് പറയുകയാണ്, നിനക്ക് അച്ഛനില്ല, അമ്മയില്ല, നിനക്കിപ്പം ഞങ്ങളാണുള്ളത്, നിനക്ക് എന്തുണ്ടെങ്കിലും ഞങ്ങളോട് വന്ന് പറയാം. ചേട്ടാ നമുക്ക് മനസ്സിലായി, എന്തുണ്ടെങ്കിലും ആ പയ്യനെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സഹായിച്ചു കൊടുക്കും, മനസ്സിലായി. പക്ഷെ അത് അവനോട് പേഴ്സണലായിട്ട് അവനോട് പറയേണ്ട കാര്യമാണ്. അത് നിനക്ക് അച്ഛനില്ല, അമ്മയില്ല, നീ അനാഥനാണ്, അങ്ങനെയാണോടോ ഒരാളെ വിളിച്ചിട്ട് പറയുന്നത്? എന്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് താജു നമ്മുടെ കിച്ചുവിനോട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അതൊന്ന് കേൾപ്പിച്ചു തരാം. അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാനൊന്ന് പെട്ടെന്ന് നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങൾ ഈ താജു പറയുന്ന ഓരോ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചോണം. അതിനുശേഷം ഇന്ന് രാവിലെ നമ്മുടെ പ്രിയപ്പെട്ട രേഷ്മ പി തങ്കച്ചൻ്റെ ഒരു പുതിയ ഇന്റർവ്യൂ കൂടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനകത്തെ കുറച്ച് പോർഷൻസ്, വളരെ കുറച്ച് പോർഷൻസ് കൂടെ നിങ്ങളെ കാണിച്ചു തരാനുണ്ട്. കാരണം കുറച്ച് കാര്യങ്ങളിൽ പറയാനുണ്ട്. രേഷ്മ പി തങ്കച്ച, അയ്യോ വീഡിയോ ഒന്നും കാണത്തില്ലല്ലോ, രേഷ്മ പി തങ്കച്ചനെ അറിയാവുന്ന ആളുകളോടാണ് ഇവള് തന്നെ വീണ്ടും വീണ്ടും ഇരുന്ന് കുഴിച്ചോണ്ടിരിക്കുക ഇവക്ക് കിടക്കാനുള്ള കുഴി. കേട്ടല്ലോ. ബാക്കി നമുക്ക് ഫസ്റ്റ് ഈ കിച്ചുവിന് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഒരു ലൈക്ക് ഒക്കെ തരിക. പിന്നെ ഈ കമന്റ് സെക്ഷൻ്റെ അവിടെ നിങ്ങൾക്ക് ഹൈപ്പ് ദിസ് വീഡിയോ എന്ന് പറയുന്ന ഒരു ബട്ടണും കൂടെ ഇപ്പോൾ കാണാൻ സാധിക്കും. പറ്റുമെങ്കിൽ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് കിച്ചുവിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം. വിഷയങ്ങളൊക്കെ ഒന്നും അറിയുന്നില്ലേ മോനെ? നമ്മൾ ചെയ്ത ഉപകാരങ്ങളൊക്കെ മോൻ അറിയാമല്ലോ. മോനെ മരിച്ചതിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ എടുക്കാനോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇല്ല. ഞാൻ ഒരു ചാനലുകാരെ കൊണ്ടുവരികയോ, കാരണം നമുക്ക് അതിന്റെ പബ്ലിസിറ്റിക്ക് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. പപ്പാജി അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഉള്ള കാര്യം അറിയാമല്ലോ, ഞാൻ സഹായിച്ചത് അറിയാം. അപ്പൊ നമ്മളെപ്പോഴും മരിച്ചു കഴിഞ്ഞ ഒരാൾ മരിച്ചു കഴിഞ്ഞ ഒരാളെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അത് ജീവനോടിരിക്കുന്നവരെ കാണാനാണ്. പിന്നെ മോനെ കണ്ടപ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞു മുടിയൊക്കെ വെട്ടണം, നല്ല പഠിക്കണം. നീ മോനെ അച്ഛൻ സംസാരിക്കുന്ന പോലെ വലുതായിട്ട് സംസാരിക്കത്തില്ല, ഒരു ഇതുണ്ട്. അപ്പൊ അതിനുശേഷം ഞാൻ കാര്യങ്ങൾ ചെയ്ത് വീടിന്റെ നമ്പറിങ് ചോരുന്നു എന്നൊക്കെ പറഞ്ഞു മോനെ, അങ്ങനെ ഒരു വിഷയമൊക്കെ ഉണ്ടായി. ഇത് വലിയ ഇതായിപ്പോയി. അമ്മ ചോരുന്നു എന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു ശരിക്കും. അതെ അതെ, ഇപ്പൊ മാറ്റി, ഇന്നലെ അത് മാറ്റി. മോനും മോന്റെ അനിയനും തന്ന വീടല്ലേ അത്. അത് മോൻ വന്ന് ചാനലിൽ പറയണം. മോന്റെ അതിന്റെ അത് മോനുള്ളതാ, മോനും മോന്റെ അനിയനും, അല്ലാതെ ലോകത്തിൽ ആർക്കും ഇതിന്റെ അവകാശമില്ല. ഇനി പപ്പാടെ മോൻ എങ്ങനെ വിളിക്കുന്ന അച്ഛനെ? ഓക്കെ, ഇത്രയും പറഞ്ഞതിനകത്തൊന്നും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. താജു എന്ന് പറയുന്ന വ്യക്തി താങ്കൾ കാണുന്നുണ്ടെങ്കിൽ ആ വീട് കിച്ചു എന്ന് പറഞ്ഞ പയ്യനും അവൻ്റെ സഹോദരനുമുള്ളതാണ്. അതല്ല എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു രേണു പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇത് എൻ്റെ വീടാണെന്ന് രേണു പറഞ്ഞ് ഞാനെങ്കിലും കേട്ടിട്ടില്ല. ഓക്കെ, ഇത് ആ പിള്ളേരുടെ വീടാണെന്ന് തന്നെ രേണുവും പറയുന്നുണ്ട്. പിന്നെ ഈ പയ്യൻ അവിടെ പോയി നിൽക്കാത്തതിൻ്റെ ഒരു കാരണം അത് അവൻ ഇപ്പോഴും പറയുന്നത്, അവന് ഈ ഒരു വോയിസിലും അതുണ്ട്, അവന് ക്ലാസ് ഉണ്ട്, ഇനി 2 വർഷം കൂടെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം അവൻ ആ നമ്മുടെ കൊല്ലത്ത് തന്നെ നിൽക്കുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ തിരിച്ച് ആ വീട്ടിലോട്ട്, ഇപ്പോൾ രേണു മാത്രമല്ലല്ലോ ആ വീട്ടിലുള്ളത്, സോറി രേഷ്മ പി തങ്കച്ചൻ മാത്രമല്ലല്ലോ ആ വീട്ടിലുള്ളത്, അല്ലെങ്കിൽ ആ ഇളയ പയ്യൻ മാത്രമല്ലല്ലോ ഉള്ളത്. അവരുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഇത് എല്ലാവരും ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്കോട്ട് പോയി നിൽക്കണ്ട എന്ന് എവിടെയെങ്കിലും അവനും കാണും. ചിലപ്പോൾ അവൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമായിരിക്കാം
അവൻ കൊല്ലത്ത് തന്നെ നിൽക്കുന്നത്. അതിനകത്ത് എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ തുടക്കത്തിൽ പ്രിയപ്പെട്ട താജു ചേട്ടാ, നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, വളരെ നല്ല കാര്യമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോഴും കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ നല്ല കാര്യം. ഒന്നുമില്ല, ഒരു പയ്യനെ വിളിച്ചിട്ട്, ആ പയ്യനെ വിളിച്ചിട്ട് കൂട്ടുകാരന്റെ മകനാണ്, അവനോട് പറയുന്നുണ്ട് നീ എന്തുണ്ടെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യൂ. വളരെ നല്ല കാര്യമാണ് പറയുന്നതൊക്കെ. പക്ഷേ ഇത് ഓൺലൈൻ മീഡിയ വഴി നമ്മൾ കാണുന്നുണ്ട്, ജനങ്ങൾ ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന് അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ ആ ചെറുക്കനോട് ഞാൻ മരണത്തിന് മുമ്പും സഹായിച്ചിട്ടില്ലേ, മരണത്തിന് ശേഷവും സഹായിച്ചിട്ടില്ലേ, അതൊക്കെ എന്തിനാ ചേട്ടാ? എന്തിനാ? അതാ ഞാൻ ചോദിക്കുന്നത്. ആരും നിങ്ങളോട് ചോദിച്ചില്ല ആ ഒരു കാര്യം, നിങ്ങൾ മരണത്തിന് മുമ്പ് സഹായിച്ചിട്ടുണ്ടോ, മരണത്തിന് ശേഷം സഹായിച്ചിട്ടുണ്ടോ എന്ന് ആരും ചോദിക്കുന്നില്ല. നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ മറ്റേ പരിപാടി ചെയ്ത പോലെ ഓൺലൈൻ മീഡിയയോട് വീട് ചോരുന്ന കാര്യം ചോദിക്കണേ എന്ന് പറഞ്ഞ കണക്ക് നിങ്ങളോട് ആരും ഇത് ചോദിക്കുന്നില്ല. എന്തിനാണ് അത്? ആ വീട്ടുകാർക്ക് അല്ലെങ്കിൽ ആ പയ്യൻ അറിയാവുന്ന കാര്യമാണ്. ജനങ്ങളെ ഇത് അറിയിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ മരണത്തിന് മുമ്പും മരണത്തിന് ശേഷവും ഒക്കെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം, അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തോടു കൂടി ചെയ്ത കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ നമ്മുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, നമ്മളൊരാളെ സഹായിക്കുന്നതൊക്കെ. അതിങ്ങനെ വിളിച്ചു പോകേണ്ട കാര്യമുണ്ടോ എന്ന് ഒരു സംശയം, അതെൻ്റെ ചെറിയൊരു സംശയമാണ്. ചിലപ്പം എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ചിലപ്പോൾ ഞാൻ പറയുന്നതിനോട് ആ ഒരു പോയിന്റിനോട് യോജിക്കാൻ പറ്റണമെന്നില്ല. നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. പെട്ടെന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെ അത് പറഞ്ഞു നടക്കേണ്ട കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് ആ പയ്യനെ വിളിച്ച് പേഴ്സണലി സംസാരിക്കുമ്പോൾ പറയുന്നത് ഓക്കെ, അതല്ലാതെ നമുക്ക് ബാക്കി കേൾക്കാം. അല്ല പിന്നെ സുധിയെ, അച്ഛൻ അപകടം പറ്റി മരിച്ചു, അതിന്റെ ഇൻഷുറൻസ് എമൗണ്ട് തുക കിട്ടും. ആ തുക കിട്ടുമ്പോഴും അതിന് ആ തുക വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർക്കാരിൽ നിന്നും ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത് മോൻ ചെയ്യണം. ഞാനത് പറഞ്ഞുതരാം അതിന് എന്തൊക്കെ വേണമെന്നുള്ളത് കേട്ടോ. ആ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ആർക്കൊക്കെ അതിൻ്റെ അകത്ത് അവകാശം ഉണ്ടെന്നറിയോ? മോൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക്, മോൻ അച്ഛൻ്റെ അമ്മ, അതുപോലെ തന്നെ പിന്നെ രേഷ്മ തങ്കച്ചൻ ഒഫീഷ്യൽ നെയിം. അതുപോലെ തന്നെ മോൻ്റെ അനിയൻ 18 വയസ്സ് വരെ ആകുന്നതിന് വരെ ഇപ്പം തന്നെ 1 കോടി രൂപ കിട്ടുവാണെങ്കിൽ അത് ഇത്രയും പേർക്കും തുല്യമായിട്ട് വിധിച്ചിട്ട് അതിൻ്റെ ഏറ്റവും ഇളയ മോന് ആ 18 വയസ്സ് വരെ ആയിക്കഴിഞ്ഞാൽ പൈസ ആ മോൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് നിയമം, മനസ്സിലായോ? ഉദാഹരണം പറഞ്ഞാൽ രേണുവിന് ഒരാൾ 1000 രൂപ അയച്ചു കൊടുത്താൽ അത് ആ 1000 രൂപയിൽ മോൻ അവകാശമുണ്ട്. എൻ്റെ ഒരു സംശയമാണ് വീടിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ഇപ്പോൾ രേഷ്മ പി തങ്കച്ചൻ ഇപ്പോൾ ഈ ജോലി എടുക്കുന്നുണ്ടല്ലോ, അതായത് ഈ ഷോർട്ട് ഫിലിമുകളിലും ആൽബത്തിലും ഒക്കെ അഭിനയിച്ച് ഒരുപാട് നിരവധി അവാർഡുകളൊക്കെ വാങ്ങി കൂട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തുനിന്ന് കിട്ടുന്ന അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ, അതിലും ഈ മൂത്ത മകന് അവകാശമുണ്ടെന്നാണോ? എനിക്കത് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. എനിക്കത് അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല. കാരണം അവർ പണിയെടുക്കുന്നു. ഈ പയ്യന് 18 വയസ്സ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മ പണിയെടുക്കുന്നതിനകത്തുനിന്ന് പൈസ 50% അവന് തന്നെ ഉള്ള അവൻ്റെ അവകാശമാണെന്ന് പറയുന്നതിനകത്ത് അങ്ങനെ ആരെങ്കിലും പറയുമോ? ഇവിടുത്തെ കോടതി പറയുമോ? എനിക്കറിയില്ല. ചിലപ്പോൾ ഇളയ പയ്യൻ ഓക്കെ, അവകാശം, അവൻ കൊച്ചു പയ്യനാണ്. പക്ഷെ മൂത്ത പയ്യൻ 18 വയസ്സ് കഴിഞ്ഞു. സോ അവൻ അവൻ്റെ അമ്മ പണിയെടുക്കുന്നതിനകത്തുനിന്ന് 50% അവന് കിട്ടിയേ തീരൂ എന്ന് നമുക്ക് വാദിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഒരു സംശയമാണ്. നിങ്ങൾ താഴെ പറയുക. എനിക്കത് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവനൊരിക്കലും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു രേഷ്മ പി തങ്കച്ചൻ്റെ അടുക്ക കിച്ചു എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും പോയി കൈ നീട്ടത്തില്ല എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. കാരണം അവനിപ്പോൾ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അവൻ അതിനകത്തുനിന്ന് ഏർണിങ്സ് ഉണ്ടാക്കി അവൻ പഠിച്ചോളും. ഒരിക്കലും അവൻ കൈ നീട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രേഷ്മ പി തങ്കച്ചനായിട്ട് വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, കൊടുക്കട്ടെ. പക്ഷെ ഒരിക്കലും അവകാശമുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് അതിനകത്ത് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? ബാക്കി കേൾക്കാം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇത് ഞാൻ മോനോട് ചോദിച്ചിട്ടാണ് ഇത്. അതുകൊണ്ട് കറണ്ടിന്റെ കാര്യം ചോദിക്കണം. KCB മോൻ ചോർച്ച ചാനലുകാർ ഒരു കാര്യം ചോദിക്കുന്നു. 1 മിനിറ്റ് ഞാൻ കൊടുക്കാം. ചോദിച്ചു മോൻ അവിടെ വന്നപ്പോ ചോർച്ച വല്ലതും കണ്ടായിരുന്നോ? കറക്റ്റായിട്ട് അറിയത്തില്ല. ഓക്കെ, മോനോട് ആരെങ്കിലും ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞായിരുന്നോ? ചോർച്ച ഉണ്ടെന്ന് അതെന്നാ മോനെ പറഞ്ഞേ? കുറച്ചായല്ലേ? എന്തെന്നാ പറഞ്ഞ? വീട് വാർപ്പിനകത്തോടെ മൊത്തം ചോരുന്നോ? ചോർച്ച ഉണ്ട്, അതേ ഉള്ളു അല്ലേ? ഇപ്പൊ നമ്മുടെ വീട് ഇളക്കിയ പെയിന്റ് ഒക്കെ ഇളകി പോകുന്നതിന്റെ ഇതൊക്കെ കാണിക്കുന്നത് കണ്ടായിരുന്നു മോനെ? ഞാൻ വേണമെങ്കിൽ മോനെ ഒരു തൊഴിലാളിയെ വിട്ടു തരാം. അതിന്റെ ആ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന പോച്ചയും അതും ഒക്കെ ഒന്ന് ചെത്തിപ്പറിച്ച് വൃത്തിയാക്കണം. മോൻ മുൻകൈ എടുക്കും.
ഇദ്ദേഹം ഈ ഒരു ഇന്റർവ്യൂവിൽ വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇദ്ദേഹം അതിനകത്ത് പറയുന്ന ഒരു പോയിന്റ് ഞാൻ അതും കൂടെ എടുത്ത് നിങ്ങളെ കാണിക്കാത്തതാണ്, ഞാൻ പറയാം. അത് വേറൊന്നുമല്ല, ഇദ്ദേഹം പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. ഈ രേഷ്മ പി തങ്കച്ചനും ഒക്കെ എന്തെങ്കിലും ഈ പ്രശ്നങ്ങൾ അവർ ഈ ഒരു ചാനൽ വഴി അല്ലെങ്കിൽ അവരുടെ ചാനൽ വഴി തന്നെ അവർ കാണിക്കുന്നുണ്ട്, അവിടുത്തെ ഇളകി കിടക്കുന്നതും മറിഞ്ഞു കിടക്കുന്നതൊക്കെ. ഇദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സോഷ്യൽ മീഡിയ വഴി എടുത്ത് താങ്ങാതെ ഞങ്ങൾക്ക് പേഴ്സണലി അയച്ചു തന്നായിരുന്നെങ്കിൽ അതിനാവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തേനെ. അല്ലെങ്കിൽ ഈ താജു എന്ന് പറയുന്ന വ്യക്തി പറയുന്നു, നീ ഫിറോസിന് കൊടുത്തായിരുന്നെങ്കിൽ പുള്ളി ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തേനെ, അല്ലെങ്കിൽ ഞാൻ പുള്ളിയോട് പറഞ്ഞേനെ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ രേഷ്മ പി തങ്കച്ചന് ഇപ്പൊ ഒപ്പോസ് ചെയ്യാൻ പറ്റും. അതായത് ഞങ്ങൾ ഇതെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരൊന്നും വന്ന് ചെയ്തില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞത് എന്ന് അവർക്ക് പറയാം. പക്ഷെ ഈ വിളിച്ചു പറയുന്നതല്ലാതെ ഈ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ രേഷ്മ പി തങ്കച്ചനും ഇപ്പൊ വാദിക്കായിരുന്നു, ഞങ്ങൾ ഓൾറെഡി വീഡിയോ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടും അവർ വന്നില്ല, അവർ ഒന്നും ചെയ്തു തന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും ഒരു ചോദ്യമുണ്ട്. ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ്, അല്ലാതെ പണിഞ്ഞവരുടെ ഉത്തരവാദിത്തം അല്ല. പക്ഷെ അപ്പോഴും ഇവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും, കാരണം ആ വീട് പണിഞ്ഞിട്ട് 1 വർഷമൊക്കെ ആയുള്ളൂ. അപ്പൊ ഈ 1 വർഷത്തിനുള്ളിൽ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷനകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ കാണും, അത് പറഞ്ഞു വേണമെങ്കിൽ ഇവർക്ക് ഫൈറ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതാണ് അപ്പുറത്തുള്ളവർക്കും, അതായത് ഈ ഫിറോസിനാണെങ്കിലും ഈ വ്യക്തി പിന്നെ നമ്മുടെ വള്ളിയിലച്ഛൻ എല്ലാവർക്കും പൊളിയാനുള്ള ഒരു കാരണം. എടുത്തു വെച്ചിട്ട് അങ്ങ് ഉടുക്കാൻ ശ്രമിച്ചു, അപ്പൊ അവർക്ക് എല്ലാവർക്കും പൊളിഞ്ഞു. എല്ലാവരും ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായിട്ട് നല്ല താങ്ങി ആ താങ്ങിൽ പെടുകയും ചെയ്തു രേഷ്മ പി തങ്കച്ചൻ. കൂടുതൽ പെടാനായിട്ടാണ് അവർ പുതിയ ഇന്റർവ്യൂകൾ വന്ന് കയറിയിരിക്കുന്നത്. അവിടെ ഇരുന്ന് വായി തോന്നിയുള്ള മണ്ടത്തരം എല്ലാം വിളിച്ചു പറയുകയും ചെയ്യും. ഞാൻ കാണിച്ചു തരാം, നല്ല ഒന്നാമത്തെ ഒരു ഇന്റർവ്യൂ രാവിലെ വന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യും നിങ്ങൾ കേട്ട്. അല്ല മോനെ ഒരു ദിവസം വന്നാൽ മതി, ഞാനും കൂടെ വരാം. ഞാൻ ഒരു ജോലിക്കാരെയും കൊണ്ട് വന്നോണ്ടേ അത് ചെയ്യാം. മോനെ മോൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ, ഏത് സമയത്ത് എന്താവശ്യമുണ്ട് മോൻ വിളിക്കണം. കാരണം മോനാണ് ഇപ്പൊ ശരിക്കും എന്റെ കാഴ്ചപ്പാടിൽ അനാഥൻ എന്ന് പറയുന്നത്. അച്ഛനും ഇല്ല, അമ്മയില്ല, ഞങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും മോനുണ്ട് കേട്ടോ. ഓക്കെ മോനെ, വിളിച്ച് സംസാരിച്ചതിൽ ഒത്തിരി. ചേട്ടാ, ഈ അവസാനം പറഞ്ഞ വലിയ ഡയലോഗ് ഉണ്ടല്ലോ, അതിനോട് എനിക്ക് യോജിക്കാൻ വയ്യ. നിങ്ങൾക്കത് പേഴ്സണലി അവനോട് പറയായിരുന്നു. ഇത് പബ്ലിക്കലി ആ ചെറുക്കനെ വീണ്ടും നിങ്ങൾ ഹേർട്ട് ചെയ്യുകയല്ലേ ചെയ്തിരിക്കുന്നത്. മോനെ, നീ അനാഥനാണെന്ന് നമുക്കറിയാം, അച്ഛനും ഇല്ല അമ്മയില്ല. എടോ, അച്ഛനും ഇല്ല അമ്മയില്ല. ആ ചെറുക്കൻ കൊല്ലത്ത് അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാരോട്ടെ. കഴിഞ്ഞ ദിവസം അവൻ്റെ ഒരു വ്ളോഗൊക്കെ വന്നിട്ടുണ്ട്, എന്ത് സന്തോഷമാണെന്നറിയോ അവൻ്റെ അച്ഛൻ്റെ കുടുംബമായിട്ട്. പിന്നെ ആ ചെറുക്കനെ വിളിച്ചിട്ട് ഓൺലൈൻ മീഡിയയുടെ ഫ്രണ്ടിൽ നിന്ന് അവനെ വിളിച്ചിട്ട്, നിനക്ക് അച്ഛനില്ല അമ്മയില്ല, നീ അനാഥനാണ്, ഞങ്ങളുണ്ട്. ആ അതിനോട് എനിക്ക് ഒരു രീതിയിലും യോജിക്കാൻ വയ്യ. പേഴ്സണലായിട്ട് പറയായിരുന്നു. ഈ കാണിച്ചത് തെമ്മാഴത്തരം. നിങ്ങൾ എന്തും ചെയ്തു കൊടുത്തോട്ടെ, നിങ്ങൾ അവൻ്റെ കോട്ടയത്തെ വീട്ടിൽ പോയി പുല്ല് വെട്ടിക്കൊടുക്കാൻ സഹായിക്കുന്ന എല്ലാം നല്ല കാര്യങ്ങൾ നല്ലതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഒരിക്കലും ഞാൻ നിങ്ങൾ ചെയ്യുന്ന തെറ്റാന്ന് പറയത്തില്ല. പക്ഷേ ഈ അവസാനം പറഞ്ഞുണ്ടല്ലോ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കത് യോജിക്കാൻ പറ്റുന്നില്ല. ചെയ്തത് തെമ്മാടിത്തരം. ഇനി വേറൊരു സാധനം, രാവിലെ ഇറങ്ങിയ നമ്മളുടെ രേഷ്മ പി തങ്കച്ചന്റെ ഇന്റർവ്യൂ, നല്ല സൂപ്പർ ഇന്റർവ്യൂ. കുറച്ച് പോർഷൻസ് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാവേ, നിങ്ങൾ കേട്ടിരിക്കണം ഈ പോർഷൻസ്. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് എടുത്ത് ഒന്ന് കേൾപ്പിക്കുന്നത്. എനിക്കൊന്ന് ജിഞ്ചർ മീഡിയയിൽ എന്തോ വന്നതാണ്, നമുക്ക് അതൊന്ന് കാണാം. എന്നിട്ടിപ്പോൾ പ്രതീക്ഷയാണല്ലോ എൻ്റെ കൂടെ പ്രതീക്ഷയാണെന്ന് പറഞ്ഞ ചേച്ചി, ഞാൻ ഒരുപാട് പേരെടുത്ത് അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു, ഒരുപാട് അലഞ്ഞിട്ടുണ്ട്, 2-3 ചെയ്തിട്ടുമുണ്ട് അഭിനയം, ആൽബം ഒക്കെ, സിനിമ. പക്ഷേ കരിമിഴി കണ്ണാലെ ചേച്ചിയുടെ ചെയ്തപ്പോഴാണ് ഞാൻ ഇച്ചിരി എന്നെ എല്ലാവരും അറിയപ്പെടുന്നതും. സത്യമാണ് അത്. അതിനുശേഷം ഞാനും ഒരുപാട് ആൽബങ്ങൾ ചെയ്തതെല്ലാം ഹിറ്റ്, തൊടുന്നെല്ലാം പൊന്നു പോലെ. ഞാൻ അഹങ്കാരവും ഞാൻ ഇതൊന്നും പറഞ്ഞൊന്നുമല്ല. എന്തായാലും ദൈവഭാഗ്യം കൊണ്ട് ഞാനും പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ ഞാൻ ചെയ്തതൊക്കെ എന്തായാലും 4 പേര് കാണാനുണ്ട്. അതല്ലേ ഒരാളുടെ വിജയം, ഒരു സോഷ്യൽ മീഡിയയുടെ വിജയം അതാണല്ലോ. രേഷ്മ പി തങ്കച്ച, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആ പേര് കയറി വരും, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഈ ആൽബം എന്ന് പറഞ്ഞ് ഭയങ്കര ഹിറ്റായിട്ട് ഞാൻ കണ്ടിരിക്കുന്ന 2 ആൽബം. അതിനകത്തൊന്ന് എൻ്റെ ഓർമ്മയിൽ, എപ്പോഴും അത് ഓർമ്മയിൽ കിടപ്പുണ്ട്. ഒന്ന് ചെമ്പകമേ എന്ന് പറഞ്ഞൊരു ആൽബം, സുന്ദരിയെ വാ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഇപ്പോഴത്തെ ചില ആളുകൾക്ക് അറിയാമായിരിക്കാം, നല്ല പാട്ട്. പിന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഡയറക്ട് ചെയ്ത കോഫി അറ്റ് എംജി റോഡ് എന്ന് പറഞ്ഞൊരു ആൽബം, ഗംഭീരമായിരുന്നു, എന്നും ആളുകൾ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. ഈ രേഷ്മ പി തങ്കച്ചൻ അഭിനയിച്ച ആൽബത്തിന്റെ പേര് പോലും എനിക്ക് എന്തോ പറഞ്ഞല്ലോ, ഞാൻ മറന്നുപോയി. സീരിയസ്ലി ഞാൻ കണ്ടിട്ടില്ല, കേൾക്കാനും പോകുന്നില്ല. കേൾക്കാൻ പറ്റിയ സാധനങ്ങളാണെന്ന് പിന്നെ ഇവർക്ക് മറ്റേ വ്യൂസ് കിട്ടുന്നതിനെ പറ്റി പറയുന്നുണ്ട്. രേഷ്മ പി തങ്കച്ച, നിങ്ങൾ അതിന്റെ കമന്റ് ബോക്സ് പോയി നോക്കണം. നാട്ടുകാർ തെറി പറയാൻ കയറി റീച്ച് ആവുന്നതാ. ആ ഒരു കാര്യത്തിൽ നിങ്ങളെ ഏതെങ്കിലും ഒരു ടീം വന്ന് അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ അഭിനയ കഴിവ് കൊണ്ട് അങ്ങ് കണ്ടിട്ടൊന്നും ആയിരിക്കത്തില്ല. നിങ്ങളെ അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ 10 പേര് ഒന്ന് തെറി പറയുമെന്ന് അറിയാം, അങ്ങനെ അത് റീച്ച് ആവും. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ?
അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് സമ്മതിക്കാൻ പറ്റത്തില്ല, നാണക്കേടാണത്. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി വഴി കയറി പോകുന്ന ഒരാളാണ് നിങ്ങളെന്ന്. ഇതൊന്നും മനസ്സിലാക്കുക. ഈ ഒരു കമന്റും പരിപാടികളും ഇപ്പോൾ ഉണ്ടാകുന്ന ഈ കോൺട്രവേഴ്സികളൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ചിലപ്പോൾ ഇവർക്ക് അറിയാമായിരിക്കും ഇത്. അതുകൊണ്ട് ഇവർ തന്നെ ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സികളാണോ ഇതൊന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊക്കെ തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രേഷ്മ പി തങ്കച്ചൻ ഇല്ല. ബാക്കി കേട്ടോ. രേണുസുതി ഒരു ഭാഗ്യ ജോഡിയായിട്ടാണോ രേണുവിനെ കാണുന്നത്? പ്രതീക്ഷനെ കാണുന്നു. ഭാഗ്യ ജോഡിന്ന് താരജോഡികൾക്കുള്ള മികച്ച താരജോഡികൾക്കുള്ള അവാർഡ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടി. എനിക്കറിയാൻ പാടില്ല, ബെസ്റ്റ് ഇൻഫ്ലുവൻസർ ഒക്കെയാ. എന്ത് കണ്ടിട്ടോ എന്തല്ലോ. ബാക്കി ഒന്ന് തുടരെ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയാവുന്നത്, അതിൽ രേണുവിന് എന്തെങ്കിലും പങ്കുണ്ടോ? ശരി, എനിക്കറിയില്ല സത്യമായിട്ട്. ഞാൻ സത്യം പറഞ്ഞ ഒരു വിവാദങ്ങൾക്കും അടിമപ്പെടാതെ മര്യാദയ്ക്ക് എൻ്റെ വഴി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി എന്ന ഞാൻ. പക്ഷേ എവിടെ നിന്ന് അന്നേരത്തില്ല തേടി പിടിച്ച് ഇങ്ങോട്ട് വരുക, തലയിലോട്ട് വരുക, എന്താ അറിയില്ല. അതിൻ്റെ റീസൺ നോക്കുമ്പം വ്ളോഗേഴ്സിനൊന്നും വേറെ ഇതില്ല, വേറെ വിഷയമില്ല. രേണുസുതിയാണ് സബ്ജക്റ്റ്. എവിടെ തിരിഞ്ഞാലും രേണുസുതി സബ്ജക്റ്റ്. സത്യം, എവിടെ തിരിഞ്ഞാലും അതേ കണ്ടല്ലോ. രേണുസുതി ഇതുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഉള്ളത്. നിങ്ങൾ അതുകൊണ്ടാണ് ഉള്ളത്, മനസ്സിലായോ? അതൊന്നും മനസ്സിലാക്ക്. അതുകൊണ്ട് മാത്രമാണ് എനിക്കും മറ്റേ രാവിലെ എണീക്കുമ്പോഴേ ഇന്ന് രേണുസുതി ഇട്ടങ്ങ് പൊലിപ്പിക്കാം എന്നുള്ള ആഗ്രഹത്തിലൊന്നും അല്ല എണീക്കുന്നത്. പക്ഷെ കണ്ടന്റ് നിങ്ങൾ ഇപ്പൊ ജനങ്ങൾ പറയുന്ന കണക്ക് എവിടെ തുറന്നാലും നിങ്ങൾ തന്നെയാ. പിന്നെ ഞാൻ മാത്രമായിട്ട് എന്തിനാ ചെയ്യാതിരിക്കുന്നത്? എനിക്കുള്ളൊരു തോട്ടതാ. ഞാൻ മാത്രമായിട്ട് എന്തിനാ ചെയ്യാതിരിക്കുന്നത്? ഇങ്ങനെ ഇപ്പൊ ആ പയ്യൻ ചോദിക്കുന്ന കണക്ക്, ആ ഒരു ഇന്റർവ്യൂവർ ചോദിക്കുന്ന കണക്ക് എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമാണ്. അയാളുടെ 1-2 ഷോർട്ട് ഫിലിമുകളൊക്കെ ഉണ്ടായിരുന്നു. ഷോർട്ട് ഫിലിമോ വെബ് സീരീസ് എന്തൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുള്ള നല്ലൊരു ആക്ടറാണ്. അയാളെയൊക്കെ ആക്ടർ എന്ന് വിളിക്കാൻ തോന്നും. അപ്പൊ എന്താണെങ്കിലും അയാൾ ചോദിച്ചതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ ഒരു നിങ്ങളായിട്ട് ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സി ആണോ ഇതൊക്കെ? ഇല്ലെങ്കിൽ ഇപ്പൊ എന്തിനാണ് ഒരു ഓൺലൈൻ മീഡിയക്കാരനോട് ഈ വീട്ടിലെ ചോർച്ചയുടെ കാര്യം പറഞ്ഞാൽ ബാക്കി പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു നിന്നതാ. അപ്പോഴാണ് അടുത്ത സാധനം കൊണ്ട് വരുന്നത്. പിടികിട്ടിയോ? അപ്പത്തേക്ക് അടുത്ത സാധനം ഇവിടെ ഇറക്കി. ഇനി ഇത് കഴിയുമ്പോൾ എന്തായിരിക്കും അടുത്തതെന്ന് കണ്ടറിയാം. ഇനി ഇത് കഴിയുമ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഏതാണ്ടൊക്കെ കൺഫേം ആണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് അറിയുന്നത്, കൺഫേംഡ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പൊ എടുക്കുന്നതെങ്കിൽ നല്ലതാണ്. പക്ഷെ അതിനകത്ത് ചെന്ന് കഴിയുമ്പോൾ നാറും ഉറപ്പായിട്ടും. ഇറങ്ങിക്കഴിയുമ്പോൾ കുറെ കാലം കൂടെ ആൾക്കാർ ആഘോഷിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളെ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പൊ കുറച്ചുണ്ടാക്കും. ബിഗ് ബോസിൽ പോയി ഇറങ്ങി കഴിയുമ്പോൾ കുറച്ചുണ്ടാക്കും. ചിലപ്പോൾ അവരുടെ ലൈഫിലേക്ക് സെറ്റിൽ ആവാൻ അവർക്ക് അത് മതിയായിരിക്കും. ഇത് മുൻകൂട്ടി നേരത്തെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഗെയിം ഇവിടെ നടക്കുന്നത്. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ബാക്കി പച്ചയ്ക്ക് പറയാം, മലയാളികളോട് ഞാൻ പച്ചയ്ക്ക് പറയാം, ഞാൻ ആരുടെയും ഭർത്താക്കന്മാരെ ഞാൻ പിടിച്ചു വെക്കാനും വരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഈ കിടന്ന് എന്നെ തന്നെ അറിയാത്തവരാണ് ചീത്ത വിളിക്കുന്നത്? ആ ചീത്ത വിളിക്കുന്നവരോട് എന്തായാലും പറയാം. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നിങ്ങളുടെ ആരുടെയും വീട്ടിലോട്ട് വരുന്നില്ല, നിങ്ങളെ ആരെയും ചെന്ന് തോണ്ടിപ്പിടിക്കുന്നില്ല. ഞാൻ എൻ്റെ ഇതിന് ഞങ്ങൾ ജീവിക്കുവാണ്. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറയുന്നവരൊക്കെ എന്തായാലും അവരുടെ ലൈഫിൽ ബോധിപ്പിക്കാനുള്ള ഒന്നെങ്കിൽ അവരുടെ അച്ഛൻ, അല്ലെങ്കിൽ അവരുടെ അമ്മ, അല്ലെങ്കിൽ അവരുടെ ഭർത്താവ്, പോട്ടെ കൂടിപ്പോയ അവരുടെ മക്കള്, ഈ ചുറ്റുവട്ടത്തിലുള്ളവരുടെ അടുത്ത് ബോധിപ്പിച്ചാൽ മതി ഇവരുടെ കാര്യം. ഈ ലോകം മുഴുവനുള്ള ജനങ്ങളോട് ഞാൻ എൻ്റെ എല്ലാ പ്രൈവസിയും അല്ലെങ്കിൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ വാക്കുകളല്ലേ ഞാൻ ചെയ്യുന്ന എന്തും ബോധിപ്പിക്കണമെന്നുണ്ടോ? ഞാനും ഒരു വ്യക്തിയല്ലേ ഇവരെ പോലെ. നിന്നോട് ആരെങ്കിലും ഇവിടെ പറഞ്ഞോ നിന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ, നിന്റെ വീട്ടിലെ ചോർച്ചയൊക്കെ വന്ന് ഇവിടെ പറയാനായിട്ട് ഞങ്ങൾ പറഞ്ഞോ നിന്നോട്? നിന്റെ പറച്ചിൽ കേട്ടാ തന്നൂല. ഞങ്ങൾ നിന്നോട് ചോദിച്ചെന്ന് നിന്റെ കാര്യങ്ങളൊക്കെ വന്ന് പ്രൈവസി പേഴ്സണൽ ഐറ്റംസ് ഒക്കെ ഇവിടെ വന്ന് ഇറക്കാനായിട്ട്. ഇവിടെ ആരും നിന്നോട് ചോദിച്ചിട്ടില്ല. ഇവളുടെ ഈ ചെറിയ ചൊറിപ്പ് കാണുമ്പോഴാണ് സത്യം പറഞ്ഞ ദേഷ്യം വരുന്നത്. ഇവളായിട്ട് തന്നെ ഓരോന്ന് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയെന്നുള്ള രീതിയിൽ നമ്മുടെ നെഞ്ചത്തോട്ടാണ് വരുന്നത്. ഞങ്ങൾ എന്ത് കാണിച്ചു നിന്നെ? ഇവിടുത്തെ ജനങ്ങൾ നിന്നോട് എന്ത് ചെയ്തു? നിന്നോട് ചോദിച്ചോ? രേഷ്മ പി തങ്കച്ച പറ, നിന്റെ വീട്ടിൽ ചോർച്ചയുണ്ടോ? നിനക്ക് മാസം 1 ലക്ഷം രൂപ ഞങ്ങൾ തരട്ടെ? ഇവിടെ ആരും ഒന്നും ചോദിച്ചിട്ടില്ല. ഇന്നത്തെ ഈ ഒരു ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ട് ഓരോ മാസം എന്താ എല്ലാവരും ഞാൻ എനിക്ക് 1 ലക്ഷം രൂപ വെച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കാം, ഞാൻ ഒന്നിനും പോകുന്നില്ല. 1 ലക്ഷം പോയിട്ട് 10,000 രൂപയ്ക്കുള്ള വേണ്ട, ഞാനൊന്നും ചോദിക്കുന്നില്ല. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ കാണുന്ന നമ്മളും ഇവളുടെ ഈ തോന്നിവാസം എല്ലാം കാണുന്ന നമ്മളാണ്. അപ്പൊ ഇപ്പൊ ഇനി അടുത്തതിനകത്ത് വന്ന് ചോദിക്കുമായിരിക്കും, നിങ്ങൾ എന്തിനാ കാണുന്നത്? എന്റെ പൊന്നു പെങ്ങളെ, യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും നിന്റെ ഇതാ വരുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ ഇത് തുറക്കാതിരിക്കണോ നീ കാരണം? നിന്നെ പേടിച്ച് അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കുറ്റക്കാര്. നമ്മളെല്ലാം ചോദിച്ചിട്ടാണ് നമ്മൾ വന്ന് പറയുന്നത്. ബാക്കി ഒന്ന് കേട്ടോണേ. ഇത് ഇത്രയും വാരി വാലിച്ച് നിനക്കൊരു ബോധമില്ല നീ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതാണ് നിനക്ക് വിനയായിട്ട് വരുന്നത്. ഇത് കാണുമ്പോഴാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ വന്ന് റിയാക്ട് ചെയ്യുന്നത്. പിടികിട്ടിയോ? ബാക്കി
ഇപ്പോൾ ലാസ്റ്റ് ആ വേരെന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമാണെങ്കിൽ 2 മണിക്കൂർ യൂട്യൂബിൽ വന്നതാണെങ്കിലും അതൊരു വലിയ കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയത്. ഒരു എടുത്തു വെച്ചേക്കുന്നത് വലിയ കഥാപാത്രം തന്നെയാണ്. അപ്പൊ അത് കണ്ടിട്ട് താഴെ വന്നിട്ട് ആളുകള് എന്താണ് ഒരു കമന്റ് പറഞ്ഞോളൂ, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞങ്ങളെ കൊണ്ട് പറ്റാത്തതാണ് അല്ലെ എന്ന് ഞാൻ മാന്യമായിട്ടാണ് പറയുന്നത്. ഓക്കെ ശരി. അയ്യോ, അത് മാന്യതയുടെ അതിർവരമ്പൊന്നും അല്ല അവിടെ കിടക്കുന്നത് ആ സാധനം. എനിക്ക് മനസ്സിലായത് താങ്കൾക്ക് അങ്ങനല്ലേ പറയാൻ പറ്റും. അതെ, ഒരു മര്യാദക്ക് എനിക്കതല്ലേ മിനിമം പറയാൻ പറ്റും. ഈ പറയുന്ന ആൾക്കാർ വന്ന് വേറെ അഭിനയിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് കുറ്റവും പറയണം എന്നാ കാണുകയും ചെയ്യണം. വ്യൂ ആർക്കാ? നമുക്ക് തന്നെയല്ലേ വ്യൂ. നമുക്കെന്ന് പറഞ്ഞാൽ വേരിന്റെ ആൾക്കാർ, ഞങ്ങളൊക്കെ വേരിന്റെ ഭാഗമാണ്. അത്ര ആ 2 മണിക്കൂറിന്റെ സിനിമ OTT വരണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെടും. ഞാൻ ആ സിനിമയൊക്കെ അഭിനയിക്കാൻ പോകുന്നതിന് തലേന്ന് ട്രെയിനിൽ നിന്ന് വീണിട്ടിരിക്കുക. ട്രെയിനിൽ നിന്ന് വീണിട്ടിരിക്കുന്ന കാര്യം നമുക്ക് കേൾക്കാവേ. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. OTT അല്ലല്ലോ രേഷ്മ പി തങ്കച്ച ഇത് വന്നത്. വേര് ഈ വേര് വന്നത് യൂട്യൂബിലല്ലേ. അപ്പം യൂട്യൂബ് എന്താണെന്നും OTT എന്താണെന്നും അറിയാത്ത ഐറ്റമാണ് ഷോർട്ട് ഫിലിമുകളിലും ആൽബങ്ങളും അഭിനയിച്ച് നടക്കുന്നത്. ജനങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, തലയ്ക്ക് തീരെ സ്ഥിരതയില്ലാത്ത ഐറ്റമാണിത്. ഒരു വാഴയ്ക്ക് അറിയത്തില്ല. ആ വ്യക്തി ഇന്റർവ്യൂ തുടക്കത്തിൽ തന്നെ പറഞ്ഞു യൂട്യൂബിൽ 2 മണിക്കൂറോളം വന്നതാണല്ലോ ഇത്. എന്നിട്ട് പറയുകയാണ് OTT-യിൽ. എന്താണ് പെങ്ങളെ ഇതൊക്കെ ഇനി ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നക്കാർ. എൻ്റെ പുറകെ മാത്രം നടക്കുന്നു. തൻ്റെ പുറകെ നടക്കാനുള്ള സാധനം താൻ ഉണ്ടാക്കി ഇടുന്നുണ്ട്. വന്നിരുന്ന് വിവരക്കേട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവരെന്താ വായിക്കാത്ത വിരൽ വിട്ടിരിക്കുന്നതാണോ വിചാരം? നമുക്ക് ബാക്കി ഇനി റെയിൽവേക്കാരുടെ നെഞ്ചത്തോട്ട് കയറുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കണ്ടേ? ട്രെയിൻ ബാക്കി കാണ്. വീണ് എനിക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഡയറക്ടർ പറഞ്ഞ് വേണേ റെസ്റ്റ് എടുത്തോ അവരോട്. ഞാൻ പറഞ്ഞില്ല, 5:30 ഒരുങ്ങി നിൽക്കണമെന്ന് പറഞ്ഞു. 6 മണിയാകുമ്പോൾ റിസപ്ഷനിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലെല്ലാം പോയിട്ട് CT സ്കാൻ എടുത്ത് നടുവേനായിട്ട് എൻ്റെ ആ ഡെഡിക്കേഷൻ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അഹങ്കാരം പറഞ്ഞല്ല, അല്ലെങ്കിൽ ഞാൻ വലിയ പുള്ളിയാന്ന് പറഞ്ഞല്ല. ഷൂട്ടിനുള്ള ഡെഡിക്കേഷൻ അത്ര കഷ്ടപ്പെട്ട് ട്രെയിനിൽ നിന്ന് വീണ് തലയിടിച്ച് നടുവ് ഇടിച്ച് ഇവിടെ എല്ലാം മുറിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് വന്ന് ഷൂട്ടിനോടുള്ള ഡെഡിക്കേഷൻ പോട്ടെ. അവസാനം പറഞ്ഞു കേട്ടോ നിങ്ങൾ, അത്ര കഷ്ടപ്പെട്ട് ഞാൻ ട്രെയിനിനകത്ത് വീണിട്ട് മനപ്പുറം വീണതാണോ ട്രെയിനിൽ? അത്ര കഷ്ടപ്പെട്ട് ഞാൻ ട്രെയിനിൽ വീണിട്ട് ഞാൻ എക്സ്റേ ഒക്കെ എടുത്തിട്ട് വന്ന് അഭിനയിച്ച് തകർത്തെന്നാ പറയുന്നത്. എൻ്റെ പൊന്നു പെങ്ങളെ, എന്തൊക്കെയാ വിളിച്ചു കൂവുന്നത്? എന്തൊക്കെയാ നിങ്ങൾ വിളിച്ചു കൂവുന്നത്? നിങ്ങൾ ആദ്യമേ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്നും കാണത്തില്ലെന്നല്ല പറയുന്നത്. നിങ്ങൾ ആരുടെയും റിയാക്ഷനോ കമൻസോ ഒന്നും കാണണ്ട. നിങ്ങൾ കയറിയിരുന്ന് സംസാരിക്കുന്ന ഒരു ഇന്റർവ്യൂ, ഒരൊറ്റ ഇന്റർവ്യൂ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആരുടെയാണ് പ്രശ്നം എന്നുള്ളത്. നാട്ടുകാർ എന്ത് പറഞ്ഞാലും നാട്ടുകാർ നെഞ്ചത്ത് കൊണ്ടുവന്ന് കിട്ടണം. എന്തൊക്കെയായിരുന്നു വിളിച്ചു പോകുന്നത്? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞേ, എൻ്റെ അഭിപ്രായങ്ങളും പറഞ്ഞു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിടാതെ താഴെ കമന്റ് ബോക്സിൽ ഇടുക. ഒന്ന് കാണട്ടെ ഞാനും ഇതിനൊക്കെ എന്താ പറയണ്ടേ. അപ്പൊ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒക്കെ അങ്ങോട്ട് തരിക.